നമസ്കാരം. നമ്മളെ വീട്ടിലെല്ലാം ഏത്തപ്പഴം വാങ്ങാറുണ്ട്. അതിൻ്റെ തൊലി നമ്മൾ വെറുതെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ കളയാതെ നമുക്ക് ഒരു നല്ല ജൈവവളമായിട്ടത് ഉപയോഗപ്പെടുത്താം. ഏത്തക്കയുടെ തൊലി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്രോ ബാഗിൽ ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടാതെ ഈ മുട്ടയുടെ തോട്, അതായത് ഈ പുഴുങ്ങിയ മുട്ടയല്ല, നമ്മൾ ഈ ഓംലേറ്റിനൊക്കെ എടുക്കുന്ന മുട്ട, അതിൻ്റെ തോട്, നമ്മുടെ വീട്ടിലെ തേയിലയുടെ ചണ്ടി, അതായത് ടീ വേസ്റ്റ്, മുട്ടയുടെ തോട്, ഇത് പിന്നെ ഏത്തക്കയുടെ തൊലി, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ മാർഗത്തിലുള്ള ഒരു വളമാണിത്. ഒരു ഫേസ്ബുക്കിലെ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹം പതിവായിട്ടത് അത് ചെടികൾക്ക് യൂസ് ചെയ്യാറുണ്ടെന്നും വളരെ നല്ല എഫക്റ്റീവായ ഒന്നാണെന്നും പുള്ളി ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന റെസിപ്പി ഇങ്ങനെയാണ്: ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലി, ഒരെണ്ണത്തിൻ്റെ തൊലി, ഒരു മുട്ടയുടെ തോട്, പ്ലസ് ഒരു 4 പേർക്ക് ഇട്ട ചായയുടെ വേസ്റ്റ്, ഇത്രയും കൂടി ഒന്നിച്ചാക്കി മിക്സിയിലിട്ട് പൊടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ല എങ്കിലും നമ്മൾ ഒന്നിച്ച് ചേർത്ത് പൊടിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരടി കുറച്ച് അകലത്തിൽ ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുട്ടത്തോട്, തേയിലയുടെ വേസ്റ്റ്, അതായത് ടീ വേസ്റ്റ്, ഇതുപോലെ ഏത്തപ്പഴത്തിൻ്റെ തൊലി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒരു ജൈവവളം ആക്കി മാറ്റി എടുക്കാൻ സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മുടെ കൃഷിപാഠം യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്കത് വാച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു.